പോപ്പിന്റെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൈക്കിൾ ജാക്സന്റെ മരണം കഴിഞ്ഞ് 15 വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ മക്കൾ പ്രിൻസ്, പാരീസ്, ബിഗി എന്നിവർ കുത്തഴിഞ്ഞ ജീവിതം തുടരുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത സ്വത്ത് ബാക്കിയാക്കിയാണ് മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ച അമ്മയുമായി 3 പേരും നിരന്തരമായി വഴക്കാണ്. ലഹരിക്ക് അടിമകളായ 3 മക്കളും നടുവിൽ അകാല മരണം ഏറ്റുവാങ്ങിയേക്കാം. 2009 മൈക്കിൾ ജാക്സൺ മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്തയാളാണ് പ്രിൻസ്. 1997 ഫെബ്രുവരിയിലാണ് പ്രിൻസ് ജനിക്കുന്നത്. പ്രിൻസിന്റെ അച്ഛനാകാൻ ആയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അന്ന് മൈക്കിൾ ജാക്സൺ പറഞ്ഞിരുന്നു. എന്നാൽ മൈക്കിൾ ജാക്സൺ എന്ന പ്രശസ്ത പാട്ടുകാരന്റെ മകനാണ് താൻ എന്ന തിരിച്ചറിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ പ്രിൻസിന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് വഴിവിട്ട ജീവിതമാണ് പ്രിൻസിൽ നിന്ന് ഉണ്ടായത്. കള്ളിനും ലഹരിക്കും അടിമയായിരുന്ന പ്രിൻസ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയിട്ട് അധികം നാളുകളായിട്ടില്ല. പിന്നീട് ലോസ് ഏഞ്ചൽസിൽ ഹീൽ ലോസ് ആഞ്ചൽസ് ഫൗണ്ടേഷനിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് പ്രിൻസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ കരിയറിന് വലിയ ബലം കൊടുത്തില്ല. അച്ഛന്റെ പ്രശസ്തിയുടെ ഭാരവും സ്വന്തം വ്യക്തിത്വവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് താൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രണ്ടാമത്തെ ആളാണ് പാരീസ്. കൂട്ടത്തിൽ ഏറ്റവും തകർച്ച നേരിട്ട വ്യക്തിയാണ് പാരീസ്. ലഹരിക്ക് അടിമയായ പാരീസിന്റെ പകുതിയിലേറെ ജീവിതം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. പിതാവിന്റെ മരണശേഷം പാരീസ് മയക്കുമരുന്നിന്റെ ഗൗരവമായ ഉപയോഗത്തിലേക്കാണ് കടന്നത്. വിഷാദരോഗവും ആത്മഹത്യാ ചിന്തകളും എല്ലാം അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. എന്നാൽ ഒരു ചികിത്സാ കേന്ദ്രത്തിലൂടെ മുക്തി നേടി. 5 വർഷമായി ലഹരി ഉപയോഗിക്കുന്നില്ലെന്നാണ് പാരീസ് അവകാശപ്പെടുന്നത്. പാട്ടിന്റെ ലോകത്തിലേക്ക് ഒരു പുതുചുവടുവെപ്പ് നടത്തുകയാണ് പാരീസ്. 3ാമത്തെ പുത്രനാണ് ബിഗി. വിവാദങ്ങൾക്ക് നടുവിലാണ് ബിഗിയുടെ ജനനം. ബിഗി ജനിച്ചതിന് ശേഷമാണ് മൈക്കിൾ ജാക്സണെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുന്നത്. ബ്ലാങ്കറ്റ് എന്ന പേര് മാറ്റിയാണ് ബിഗി ആയത്. ഗാവിൻ ആർവിജോ എന്ന 13 വയസ്സുള്ള കുട്ടി മൈക്കിളിനെ മോശമായി പെരുമാറിയെന്നാരോപിച്ച് പരാതി നൽകി. തുടർന്ന് 7 കുറ്റങ്ങൾ ചുമത്തുകയും കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ കുഞ്ഞു ബിഗിയുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചിരുന്നു. പല പരിപാടികളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ മുഖം മൂടിയാണ് മൈക്കിൾ ജാക്സൺ രംഗത്ത് എത്തിയിരുന്നത്. ഈ പ്രശ്നങ്ങൾ വലിയ തോതിൽ ബാധിച്ച ബിഗി പിന്നീട് ലഹരിക്കും മദ്യപാനത്തിനും അടിമയായി. അച്ഛന്റെ സ്വത്ത് തർക്കത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു. എന്നാൽ പിന്നീട് ബിഗി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും പ്രൊഡ്യൂസറാകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്.